ഈ വീഡിയോയിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ CPU ഷെഡ്യൂളിങ്ങിലെ നാലാമത്തെ അൽഗോരിതമായ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്. നിങ്ങൾ ആൾറെഡി റൗണ്ട് റോബിനും SJF ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റും ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് FCFSും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നാലാമത്തെയാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഇതും നമ്മുടെ SJF പോലെ വർക്ക് ചെയ്യുന്നൊരു ഷെഡ്യൂളിംഗ് ആണ്. ഒരു ചെറിയ ഓൾട്ടറേഷൻ SJFനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആവും. ഇവിടെ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൽ നമ്മൾ ഒരു ഡാറ്റ കൂടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പ്രോസസ്സിൻ്റെ അറൈവൽ ടൈമും ബസ് ടൈമുമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് പ്രോസസ്സസ് എന്ന് കൊടുത്തിട്ട് ഓരോ പ്രോസസ്സിൻ്റെയും അറൈവൽ ടൈമും ബസ് ടൈമാണ് നമ്മൾ റീഡ് ചെയ്തത്. പക്ഷേ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൽ ഒരു ഡാറ്റ കൂടെ നമ്മൾ കൊടുക്കണം. ഓരോ പ്രോസസ്സിൻ്റെയും പ്രയോറിറ്റി കൂടെ കൊടുക്കണം. ഈ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇതും ഒരു നോൺ പ്രിഎംപ്റ്റീവ് CPU ഷെഡ്യൂളിംഗ് ആണ്. ഇവിടെയും റെഡി ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ CPUയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ അറൈവൽ ടൈമിന് ബേസ് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് അതിന് റെഡി ക്യൂവിലേക്ക് വരികയും ആ റെഡി ക്യൂവിൽ വരുന്ന പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പ്രയോറിറ്റി ബേസ് ചെയ്ത് അതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യും. നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ ബസ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൽ പ്രയോറിറ്റി നമ്പർ ബേസ് ചെയ്തിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ ഏറ്റവും ലോവസ്റ്റ് ലെങ്തി ജോബ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, ഹയസ്റ്റ് ലെങ്തി ജോബ് ലാസ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി നമ്പറുള്ള പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുകയും ഹയസ്റ്റ് പ്രയോറിറ്റി നമ്പറുള്ള പ്രോസസ്സ് ലാസ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വർക്കിംഗ് ഓൾമോസ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ ബസ് ടൈം ആണെങ്കിൽ ഇവിടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പ്രയോറിറ്റി ഷെഡ്യൂളിംഗായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഏതിൻ്റെയെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അൽഗോരിതം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ മൂന്നിനെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. വളരെ ഈസിയാണത്. ഒരു പ്രോഗ്രാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളിൽ ചെറിയ ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞാൽ ഇത് SJFും FCFSും പ്രയോറിറ്റിയായി മാറും. അപ്പം നിങ്ങൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇവിടെ നമ്മൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു ഓൾട്ടറേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അൽഗോരിതം പറയുന്നത് ദ പ്രോസസ് എൻറ്റേഴ്സ് ദ സിസ്റ്റം ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ദേ അറൈവ്. അത് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് നമ്മൾ കിട്ടുന്ന പ്രോസസ്സുകളെയെല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്യും. നമുക്കറിയാം, കിട്ടുന്ന പ്രോസസ്സിനെല്ലാം നമ്മളൊരു P എന്ന് പറയുന്ന അറയിലോട്ട് വയ്ക്കുന്നു. PQ എന്നൊരു അറയിലേക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ആ കോപ്പി നമ്മൾ അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ റെഡി ക്യൂവിലേക്ക് കൊണ്ടുവരികയും അത് പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ അറയിൽ ഇരിക്കുന്ന പ്രോസസ്സല്ല അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിരിക്കുന്ന അതായത് സോർട്ടഡ് അറയായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിലിരിക്കുന്ന ഓരോ പ്രോസസ്സും നമ്മൾ റെഡി ക്യൂവിലേക്ക് കൊണ്ടുവരുന്നു. റെഡി ക്യൂവിലേക്ക് കൊണ്ടുവരുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ റെഡി ക്യൂവിലേക്ക് വരുന്നു. അതായത് അറൈവൽ ടൈമിൻ്റെ അതേ ഓർഡറിൽ റെഡി ക്യൂവിലേക്ക് വരുന്നു. അപ്പോൾ റെഡി ക്യൂവിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സ് CPU ഫ്രീ ആണെങ്കിൽ ആ പ്രോസസ്സ് CPU അലോക്കേറ്റ് ചെയ്യും. അതിൻ്റെ ടോട്ടൽ ബസ് ടൈം എത്രയാണോ അത്രയും ടൈം എക്സിക്യൂട്ട് ചെയ്തിട്ട് CPU നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ CPUയിൽ എത്ര ടൈം എലാപ്സ് ചെയ്തിട്ടുണ്ടോ അതിനുള്ളിൽ വരുന്ന എല്ലാ അറൈവൽ ടൈമുള്ള പ്രോസസ്സുകളും പ്രോസസ്സ് ലിസ്റ്റിൽ നിന്ന് റെഡി ക്യൂവിലേക്ക് വരുന്നു.
ആ റെഡി ക്യൂയിലേക്ക് വരുമ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ നടക്കുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നടക്കുന്ന പ്രോസസ്സ്, മോർ ദാൻ വൺ പ്രോസസ്സ് റെഡി ക്യൂയിൽ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സുകളെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ റീഅറേഞ്ച് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ ബസ് ടൈം. ബട്ട് ഇൻ പ്രയോറിറ്റി ക്യൂ ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി നമ്പർ. അപ്പോൾ പ്രയോറിറ്റി നമ്പർ ലോവസ്റ്റ് ഉള്ള പ്രോസസ്സ് ആദ്യം ഷെഡ്യൂൾ ചെയ്യുകയും ഹയസ്റ്റ് ഉള്ള പ്രോസസ്സ് ലാസ്റ്റിൽ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും. അത് റെഡി ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകൾ, നമ്മളെ പ്രോസസ്സ് ലിസ്റ്റിൽ നിൽക്കുന്നതല്ല, റെഡി ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിലും നമ്മൾ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. റെഡി ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകളാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. അറൈവൽ ടൈം നമ്മളെ പ്രോസസ് ലിസ്റ്റിലിരിക്കുന്ന പ്രോസസ്സുകൾ അവിടെ ഇരിക്കും. റെഡി ക്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മോർ ദാൻ വൺ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്യും. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ ബസ് ടൈമിനെ ബേസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സോർട്ടിങ്ങിൻ്റെ മാത്രം ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതത്തിനെ നമുക്ക് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ അൽഗോരിതമാക്കി മാറ്റാൻ പറ്റും. അത്ര ഈസിയാണിത്. അപ്പോൾ ഒരു പ്രോഗ്രാം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്കി അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് എല്ലാം ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. ദ പ്രോസസ് അറിയുന്നു ആസ് ടൈം പാസസ് ദ പ്ലേസ് ഈച്ച് പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് അറൈവൽ ടൈം. പ്രോസസ് ലിസ്റ്റിരിക്കുന്ന പ്രോസസ്സുകൾ ഓരോ ടൈം പാസ് ചെയ്യും തോറും, കടന്നു പോകും തോറും റെഡി ക്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബിഫോർ അലോക്കേറ്റ് CPU ടു പ്രോസസ് ആൾ പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ആർ റീഅറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ പ്രയോറിറ്റി നമ്പർ. SJFനകത്ത് നമ്മൾ ഈ പ്രയോറിറ്റി നമ്പറിന് പകരം ബസ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പം ബസ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയി മാറും. പ്രയോറിറ്റി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആയി മാറും. Then the CPU allocates to the process at the front of the ready queue and execute until it completes. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ റെഡി ക്യൂവിലെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന പ്രോസസ്സിന് CPUവിൻ്റെ അലോക്കേഷൻ കിട്ടും. അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. ഇത് നോൺ പ്രീഎംപ്റ്റീവ് ആയതുകൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നതുവരെ ആ പ്രോസസ്സ് CPUവിനുള്ളിലായിരിക്കും. അത് കഴിയുമ്പോൾ when the process is finished it is removed from the ready queue. പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ക്യൂവിൽ നിന്ന് ആ പ്രോസസ്സ് അല്ലെങ്കിൽ CPUവിൽ നിന്ന് നമ്മൾ ആ പ്രോസസ്സ് റിമൂവ് ചെയ്ത് കളയുന്നു. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 to 5 ഇത്രയും സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക until there are no more process left both in ready queue and process list. റെഡി ക്യൂവിലും പ്രോസസ് ലിസ്റ്റിലും ബാക്കി ഒരു പ്രോസസ്സും ബാക്കിയില്ലാത്ത അത്രയും ടൈം ഈ പ്രോസസ്സ് 2 to 5 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. നമുക്ക് ഇതിനകത്തൊരു സാമ്പിൾ ഡാറ്റ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 പ്രോസസ്സാണ് ഉള്ളത്. ഈ 7 പ്രോസസ്സിൻ്റെയും അറൈവൽ ടൈമും ബസ് ടൈമും പിന്നെ മൂന്നാമതൊരു പാരാമീറ്ററായ പ്രയോറിറ്റി നമ്പറും നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു അറേ, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അറേ. ഇനി ഈ അറേയെ നമ്മൾ വേറൊരു അറേയിലേക്ക് കോപ്പി ചെയ്തിട്ട് അതിനെ നമ്മൾ അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യും. അത് നമ്മളെല്ലാ ഷെഡ്യൂളിങ്ങിനകത്തും ഉള്ളതാണ്. റൗണ്ട് റോബിൻ, SJF, FCFS, അത് കഴിഞ്ഞ് ഈ പ്രയോറിറ്റിയിലും നമ്മൾ അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യും, അത് സോർട്ട് ചെയ്ത് വയ്ക്കും. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P1 തന്നെയാണ് ആദ്യം, ദെൻ P2 ആയിരുന്നു ഇവിടെ കിടന്നത് നമ്മൾ. പക്ഷേ P3യുടെ അറൈവൽ ടൈം 1 ആയതുകൊണ്ട് അത് ആദ്യം വരുന്നു. ദെൻ P2, ദെൻ P4, ദെൻ അടുത്തത് P5 ആണ്. P5ൻ്റെ അറൈവൽ ടൈം 6 ആണ്. പക്ഷേ P6ൻ്റെ അറൈവൽ ടൈം 5 ആയതുകൊണ്ട് P6 ആദ്യം വന്നു, ദെൻ P5 രണ്ടാമത് പോയി. അത് കഴിഞ്ഞ് P7ൻ്റെ അറൈവൽ ടൈം 7 തന്നെയാണ്. അതും ബസ് ടൈമും റീഡ് ചെയ്യുന്നു, ബസ് ടൈമും അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യുന്നു. ദെൻ പ്രയോറിറ്റി, മൂന്നാമതൊരു പാരാമീറ്ററായ പ്രയോറിറ്റി നമ്പറൂടെ കൊടുക്കുന്നു. ഈ പ്രയോറിറ്റി നമ്പർ ബേസ് ചെയ്തിട്ടാണ് റെഡി ക്യൂവിൽ വരുന്ന പ്രോസസ്സുകളെ റീഅറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ SJFനകത്ത് ബസ് ടൈമിൻ്റെ ഓർഡറിലാണ് റീഅറേഞ്ചെങ്കിൽ ഇവിടെ നമ്മൾ പ്രയോറിറ്റി നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ഈ റെഡി ക്യൂവിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. ഇനി ഈ പ്രോസസ്സിനെ സോർട്ട് ചെയ്ത് വെച്ചു.
അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചു. അപ്പോഴും നമ്മൾ പ്രയോറിറ്റിയോ ബസ് ടൈമോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് മാത്രം ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് ടൈം യൂണിറ്റ് ഓഫ് ടൈമിൽ, അതായത് നമ്മൾ 0th യൂണിറ്റ് ഓഫ് ടൈമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ CPU ഓൾറെഡി ഫ്രീ ആണ്. ആ ഇരിക്കുന്ന ടോപ്പ് മോസ്റ്റിലിരിക്കുന്ന പ്രോസസ്സ് നേരെ റെഡി ക്യൂയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 0th ടൈമിലുള്ള ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്തേക്ക് വരുന്നു. ഇതിനകത്ത് ഇപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആ റെഡി ക്യൂയിലേക്ക് ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ CPU ഫ്രീ ആണെങ്കിൽ ആ പ്രോസസ്സ് ഡയറക്റ്റ് CPUവിനകത്ത് അലോക്കേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നു. അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നു. അതിൻ്റെ ബസ് ടൈം 3 ആണ്. അപ്പോൾ 3 യൂണിറ്റ് ഓഫ് ടൈം വരെ P1 എന്ന് പറയുന്ന പ്രോസസ്സ് CPU യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 0ൽ നിന്ന് 1, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, ഇത്രയും യൂണിറ്റ് ഓഫ് ടൈമാണ് P1-നകത്തിരിക്കുന്നത്. ഈ യൂണിറ്റ് ഓഫ് ടൈമിൽ ഓരോ ടൈം പാസ് ചെയ്യുന്തോറും ഈ അറൈവൽ ടൈം ആ സെയിം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ 3 യൂണിറ്റിന് താഴേക്കുള്ള എല്ലാ പ്രോസസ്സുകളും 1 by 1 ആയിട്ട് അറൈവൽ ടൈമിന് അതേ ഓർഡറിൽ റെഡി ക്യൂയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P3 വരുന്നു. ദെൻ അടുത്തതിൻ്റെ അറൈവൽ ടൈം 2 ആണ്, അത് 3യേക്കാൾ കുറവാണ്. അതായത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് ടൈമിൽ P2 നേരെ റെഡി ക്യൂയിലേക്ക് വരുന്നു. ദെൻ അടുത്തിരിക്കുന്ന P4 ആണ്, P4 വരത്തില്ല. അപ്പോൾ അതിനുള്ളിൽ P1 കംപ്ലീറ്റ് ആവും. 3rd യൂണിറ്റ് ഓഫ് ടൈമിൽ P1 കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ P1-നെ CPU റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ റെഡി ക്യൂ എന്ന് റിമൂവ് ചെയ്യും. അടുത്ത് P3യും P2 ആണ് ഇരിക്കുന്നത്. P3യും P2 നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയസ്റ്റ് പ്രസിഡൻസ് P3ക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ P3 ആദ്യം, ദെൻ P2 രണ്ടാമത്. കാരണം P3യുടെ പ്രയോറിറ്റി നമ്പർ ലോവസ്റ്റ് ആണ്. ലോവസ്റ്റ് പ്രയോറിറ്റി നമ്പറുള്ള പ്രോസസ്സാണ് പ്രസിഡൻസ് ഹയസ്റ്റ്, അതായത് പ്രയോറിറ്റി ഹയസ്റ്റ് എന്ന് പറയുന്നത്. തിരിച്ചല്ല, ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള നമ്പറുള്ള പ്രോസസ്സാണ് ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളത്. അപ്പോൾ ആ പ്രോസസ്സ് ആദ്യം റെഡി ക്യൂയിലേക്ക് വരുന്നു. CPU ഫ്രീ ആണ്. ദെൻ അത് CPU അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യും. അതും എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അതിൻ്റെ ബസ് ടൈം 4 ആണ്. അപ്പം 3 + 4 7ൽ അതാണ് ഫിനിഷ് ചെയ്യുന്നത്. ഈ 7-നുള്ളിലോ വരുന്ന എല്ലാ പ്രോസസ്സുകളും വീണ്ടും റെഡി ക്യൂയിലേക്ക് വരുന്നു. അപ്പം P3 P2 ആണ് നിന്നത്. P4 വരുന്നു. ദെൻ P6 വരുന്നു. ദെൻ അടുത്തത് P5 വരുന്നു. ദെൻ P7 വരുന്നു. കാരണം അതിൻ്റെ അറൈവൽ ടൈം 7 ആണ്. അപ്പോൾ 7 ആകുമ്പോൾ ഈ P2, P3, P4, P6, P5, P7 ഇത്രയും പ്രോസസ്സ് റെഡി ക്യൂയിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത് P3 പുറത്തേക്ക് പോണ ആ മൊമെൻറ്റിൽ ഇതിനകത്തുനിന്ന് ഒരു പ്രോസസ്സ് ഇതിനകത്തേക്ക് കയറണം, CPU-നെ ഷെഡ്യൂൾ ചെയ്യണം. ആ ഷെഡ്യൂളിങ് നടക്കുന്നതിന് മുന്നേ ഇതിനകത്ത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് ആദ്യം വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P2-ൻ്റെ പ്രയോറിറ്റി 6ഉം അടുത്തിരിക്കുന്ന P4-ൻ്റെ പ്രയോറിറ്റി 5 ആണ്. ദെൻ P6-ൻ്റെ പ്രയോറിറ്റി 4 ആണ്. P5-ൻ്റെ 7, P7-ൻ്റെ 10. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ P6-നാണ്. ഇവിടെ ഇരിക്കുന്ന P6 എന്നുള്ള പ്രോസസ്സിനാണ്. ആ P6 എന്നുള്ള പ്രോസസ്സ് P2-ൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു. ഇവിടെ ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. P2-ൻ്റെ അടുത്തേക്ക് വരുന്നു. ദെൻ P2 പോകുന്ന എവിടെയാണ്? P2-ൻ്റെ പ്രയോറിറ്റി നമ്പർ 6 ആണ്. P4-ൻ്റെ 5 ആണ്. P6-ൻ്റെ 4 ആണ്. അപ്പോൾ 4 നേരെ ഇവിടേക്ക് വന്നു. P6 നേരെ P2-ലേക്ക് വന്നു. ഇനി 4 അവിടെ തന്നെ ഇരിക്കും, കാരണം 4-ൻ്റെ പ്രയോറിറ്റി നമ്പർ 4-നേക്കാൾ വലുതാണ്, പക്ഷേ 6-നേക്ക് താഴെയാണ്. അപ്പം P4 അവിടെ തന്നെ ഇരിക്കും. ദെൻ P2 ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന P2-നെ റീപ്ലേസ് ചെയ്തിട്ടാണ് P6 ഇവിടെ വന്നത്. P2 നേരെ അടുത്ത പ്രസിഡൻസ് P4 കഴിഞ്ഞ് അടുത്ത P4-ൻ്റെ പ്രസിഡൻസ് 5 ആണ്. ആ പ്രസിഡൻസ് കഴിഞ്ഞ് ഉള്ള പ്രയോറിറ്റിയാണ് P2-നുള്ളത്. അപ്പം P4 കഴിഞ്ഞ് P2 ഇവിടെ, അതായത് തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ സ്വാപ്പ് ചെയ്യും. P2 ഇവിടെ വരുന്നു, P6 മുകളിലേക്ക് പോരുന്നു. അപ്പോൾ ഇതാണ് ഈ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ ഒരു സ്വാപ്പിംഗ് നടക്കുന്നു.
അപ്പോൾ P3 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ P6 നേരെ ഇവിടെ വരുന്നു. P6 ആണ് ഇവിടെ ഷെഡ്യൂൾ ചെയ്തത്. ആ P6ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 4 ആണ്. 7 + 4 എന്ന് പറഞ്ഞാൽ 11. 11ൽ P6 കംപ്ലീറ്റ് ആകും. ഇനി നമുക്ക് പെൻഡിങ്ങിലായിട്ട് പ്രോസസ്സുകളൊന്നും പ്രോസസ്സ് ലിസ്റ്റിനകത്തുനിന്ന് റെഡി ക്യൂയിലേക്ക് വരാനില്ല. അപ്പം ഇനി റെഡി ക്യൂ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ P6 കഴിഞ്ഞു. ദെൻ P4 ആണ്. P4 CPU-ലേക്ക് കയറുന്നു. P4ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. 11 + 2 എന്ന് പറഞ്ഞാൽ 13ൽ P4 കംപ്ലീറ്റ് ചെയ്യും. P4 പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത് ഇവിടുന്ന് സ്വാപ്പ് ചെയ്തിരിക്കുന്ന P2 ആണ് ഇവിടെ ഇരിക്കുന്നത്. P2 നേരെ ഇവിടേക്ക് വരുന്നു. P2ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 13 + 5 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18ൽ ആണ് P2 കംപ്ലീറ്റ് ആവുന്നത്. ആ P2 കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് P5 ആണ്. P5ൻ്റെ ബസ് ടൈം എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 18 + 9 എന്ന് പറഞ്ഞാൽ 27ലാണ് P7 കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ P5 കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ P5 പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രോസസ്സ് P7 ആണ്. P7-നകത്തേക്ക് കയറുന്നു. അതിൻ്റെ ബസ് ടൈം 10 ആണ്. 27 + 10 37ൽ ഈ പ്രോസസ്സ് ഫിനിഷ് ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗാൺ ചാർട്ട്. പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഗാൺ ചാർട്ട് ഇതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ ബാക്കി പ്രീവിയസ് അൽഗോരിതത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഇതിനകത്ത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അല്ലെങ്കിൽ FCFS-ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റൗണ്ട് റോബിനുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ മൂന്നാമതൊരു പാരാമീറ്ററൂടെ പാസ് ചെയ്യുന്നു. ആ പാരാമീറ്റർ പ്രയോറിറ്റി നമ്പറാണ്. ഈ പ്രയോറിറ്റി നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ റെഡി ക്യൂവിനെ റീഅറേഞ്ച് ചെയ്യുന്നത്. റെഡി ക്യൂവിനാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. ഈ അറേ അല്ല റീഅറേഞ്ച് ചെയ്യേണ്ടത്. ഈ അറേ റീഅറേഞ്ച് ചെയ്യുന്നത് അറൈവൽ ടൈമിനെയും ബേസ് ചെയ്ത് മാത്രം തന്നെയാണ്. അതെല്ലാ ഷെഡ്യൂളിങ്ങിനകത്തും ഫസ്റ്റിലെ നമുക്ക് കിട്ടുന്ന അറേയെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്തിട്ട് റെഡി ക്യൂയിലേക്ക് വരുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ ആ പ്രയോറിറ്റി നമ്പർ ബേസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഷെഡ്യൂൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും അതിൻ്റെ ടൈം കഴിയും, ബസ് ടൈം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് പുറത്തു പോകുന്നു. അടുത്ത പ്രോസസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ വേണമെങ്കിൽ വേറെ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിൽ നമ്മൾ ഇനിഷ്യലി 1 അതായത് നമ്മുടെ ഇവിടുത്തെ 1 യൂണിറ്റ് ഓഫ് ടൈം ബ്ലാങ്ക് വരുന്ന മെത്തേഡ് ഞാൻ എഴുതിയിട്ടില്ല. കാരണം അത് സെയിം തന്നെയാണ്. SJF-ൽ എഴുതിക്കുന്ന അതേ ഇത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ബ്ലാങ്ക് എവിടെ ഉണ്ടോ അവിടെ ബ്ലാങ്ക് മാറി വരുന്നു. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ടൈമും എൻട്രി ടൈമും ഉള്ള ഡിഫറൻസാണ്. സാധാരണ എല്ലാ കണ്ടിന്യൂസ് പ്രോസസ്സിനെല്ലാം ഒരു പ്രീവിയസ് പ്രോസസ്സിൻ്റെ എക്സിറ്റ് ടൈമാണ് അടുത്ത അപ്കമിങ് പ്രോസസ്സിൻ്റെ എൻട്രി ടൈം. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പ്, അതായത് CPU എപ്പോഴെങ്കിലും ഐഡിയൽ സ്റ്റേജിൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ പുതിയതായിട്ട് വരുന്ന പ്രോസസ്സിൻ്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ അറൈവൽ ടൈമാണ് അതിൻ്റെ എൻട്രി ടൈം. അപ്പോൾ റെസ്പോൺസ് ടൈം 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മറ്റതുപോലെ ഇതിൽ തന്നെയാണ്, ഇതും അതും ഒരേ ഏകദേശം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെഡി ക്യൂയെ റീഅറേഞ്ച് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വാല്യൂസ് എല്ലാം നിങ്ങൾ അതിനനുസരിച്ച് കറണ്ട് കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, റെസ്പോൺസ് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ നേരത്തെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. നിങ്ങളത് ചെയ്ത് നോക്കുക. കാരണം നമ്മളെ SJF-ൻ്റെ ബസ് ടൈം ബേസ് ചെയ്ത് സോർട്ട് ചെയ്യണത് ഇതിന് പ്രയോറിറ്റി നമ്പർ വെച്ചിട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത ഒറ്റ ഇൻഫർമേഷൻ മാത്രം, ഒരു ഡാറ്റ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ SJF എന്ന് പറയുന്ന പ്രോഗ്രാം പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആയി മാറും. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റൺ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ ഈ പ്രോഗ്രാമൊന്നും ഞാൻ കാണിക്കുന്ന പ്രോഗ്രാം നിങ്ങൾ നോക്കുക. അതിനകത്തുള്ള എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുക. അപ്പം പ്രോഗ്രാം അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് നോക്കാം.
ഞാനിവിടെ SJF എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ ഞാനിപ്പോൾ FCFS ചെയ്ത അതേ ഇത് തന്നെയാണ് ഇവിടെയും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു പാരാമീറ്റർ കൊടുക്കണം, പ്രയോറിറ്റി എന്നുള്ള പാരാമീറ്റർ ഇവിടെ കൊടുക്കണം. ബാക്കി എല്ലാ പ്രോസസ്സിനകത്ത് അതില്ല. ഇവിടെ പ്രയോറിറ്റി കൂടെ ഓരോ പ്രോസസ്സിനും പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അഡീഷണൽ ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യുന്ന പ്രയോറിറ്റി, അത് നമ്മൾ റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അറൈവൽ ടൈമും ബസ് ടൈമും ദെൻ പ്രയോറിറ്റി നമ്പറും കൂടെ റീഡ് ചെയ്യാൻ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ %d സ്കാനഫിനകത്ത് %d പിന്നെയും %d 3% കൊടുക്കണം. 3 ഇൻഫർമേഷനാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 0, 3, 2 എന്ന് പറയുന്ന പോലെ 3 ഇൻഫർമേഷനാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്കാനഫിനകത്ത് ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യുക, അത് %P(i)Q, ഇവിടെ ആഡ് ചെയ്യുന്ന പ്രയോറിറ്റി എന്ന് പറയുന്ന ഫീൽഡ് കൂടെ ഇവിടെ കൊടുക്കുക. അങ്ങനെ പ്രയോറിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രോസസ്സിന് അറൈവൽ ടൈമിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ കോപ്പിയായി അങ്ങ് സോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ എല്ലാത്തിനും മറ്റേ രണ്ടിലും ചെയ്യുന്ന അതേ ഇത് തന്നെയാണ്, ബാക്കി ആൾട്ടറേഷനൊന്നുമില്ല. പിന്നെ ഇന്ന് നമുക്ക് വരുന്നത് ഇവിടെയാണ് നമ്മൾ FCFSനകത്ത് മാറ്റം വരുത്തിയിരിക്കുന്നത്. FCFS വന്നപ്പോൾ ഇത്രയും പോർഷൻ എടുത്തങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഡി ക്യൂവിനെ സോർട്ട് ചെയ്യുന്ന ഈ മെത്തേഡ്, ഇവിടെ സോർട്ടിങ് നടത്തിയിരിക്കുന്നത് ബസ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്രയും പോർഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നേരെ FCFS ആയി മാറും. ഇനി ഈ സോർട്ടിങ്ങിനകത്ത് ഈ ബസ് ടൈമിന് പകരം നമ്മളെ പ്രയോറിറ്റി നമ്പർ, ഇവിടെ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന പ്രയോറിറ്റി നമ്പർ, ഇവിടെ ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ പുതിയൊരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യുന്ന പുതിയ ഫീൽഡ് പ്രയോറിറ്റിയുടെ ആ ഫീൽഡിനെ ബേസ് ചെയ്തിട്ട് നമ്മളങ്ങ് സോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വൈൽ ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു റിയറിൻ്റെ കൂടെ ഇവിടെ നമ്മൾ സോർട്ടിങ് മെത്തേഡ്, ഇത് നമ്മൾ ബസ് ടൈമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നതിന് പകരം റെഡി ക്യൂ ഓഫ് J ഡോട്ട് പ്രയോറിറ്റി ഗ്രേറ്റർ ദാൻ റെഡി ഓഫ് ക്യൂ ഓഫ് J +1 ഡോട്ട് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോർട്ടഡ് ആവും. പ്രയോറിറ്റി നമ്പറിനെ ബേസ് ചെയ്ത് സോർട്ടഡ് ആവും. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാം ഒരു കോഡിൽ ഒരു വേരിയബിളിന് പോലും മാറ്റമില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. SJF എന്ന് പറയുന്ന ഈ ഷെഡ്യൂളിങ്ങിനെ ഞാൻ പ്രയോറിറ്റി .c എന്ന പേരിലേക്ക് മാറ്റി. ഇനി ആ പ്രോഗ്രാമിന് ഞാൻ എഡിറ്റ് ചെയ്യാണ്. പ്രയോറിറ്റി, ഇവിടെ നമുക്കറിയാം ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യണം. പ്രയോറിറ്റിക്ക് PRTY എന്ന് കൊടുത്തു. പ്രയോറിറ്റി എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് PRTY എന്ന് കൊടുത്തു. ഇനി അവിടെ ഞാൻ ഇവിടെ എൻ്റർ അറൈവൽ ടൈം, ബസ് ടൈം ആൻഡ് പ്രയോറിറ്റി ഓഫ് പ്രോസസ് റെഡി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഒരു %d കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഓരോ ഫീൽഡ് ഓരോ ഡാറ്റയും സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ മൂന്നാമത്തെ ഫീൽഡായ പ്രയോറിറ്റി നമ്പർ കൂടെ കൊടുക്കുകയാണ്. P(i) ഡോട്ട് PRTY പ്രയോറിറ്റി, ആ നമ്പർ കൂടെ റീഡ് ചെയ്യുന്നു. ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് സോർട്ടിങ് ചെയ്യേണ്ടത്. വൈൽ ലൂപ്പിനകത്ത് കയറിയിട്ട് ഇവിടെയാണ് സോർട്ടിങ്. SJFനകത്ത് ഷോർട്ടസ്റ്റ് ജോബ് വെച്ച് സോർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ പ്രയോറിറ്റിയാണ് കൊടുക്കേണ്ടത്. PRTY റെഡി ക്യൂവിൻ്റെ Jയും J+1ൻ്റെയും പ്രയോറിറ്റി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ഒരു ചേഞ്ച് പോലും ഇനി വരുത്താനില്ല. ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഈ സെയിം ഡാറ്റ റൺ ചെയ്ത് നോക്കാം.
ഇവിടെ നമ്മൾ ഈ ഇൻഫർമേഷൻ ഈ ഡാറ്റയാണ് ഞാൻ കൊടുക്കുന്നത്. 7 പ്രോസസ്സിൻ്റെ ഡാറ്റ കൊടുക്കുമ്പോൾ ഈ ഗാണ്ട് ചാർട്ടാണോ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്പർ ഓഫ് പ്രോസസ് 7, അടുത്തത് അറൈവൽ ടൈം, ബസ് ടൈം ആൻഡ് പ്രയോറിറ്റി ആണ് കൊടുക്കേണ്ടത്. 0, 3, 2, അടുത്ത 2, 5, 6, then 1, 4, 3, then next is 4, 2, 5, then the fifth one is 6, 9, 7, then 7 to P6 എന്ന് പറഞ്ഞാൽ 5, 4, 4, then last one is 7, 10, 10. ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രോസസ്സ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഗാണ്ട് ചാർട്ട് ഒന്ന് നോക്കാം. ഇതാണ് ഗാണ്ട് ചാർട്ട്. 0 തുടങ്ങി P1 3, 0 P1 3, then 3 P3 7, 3 P3 7, then 7 P6 11, 7 P6 11, then 11 P4 13, 11 P4 13, then next is 13 P2 18, 13 P2 18, the next is 18 P5 27, 18 P5 27, then last one is 27 P7 37, 27 P7 37. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കറക്റ്റാണ്, നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഡിഫറൻറ്റ് ഡാറ്റ കൊടുത്ത് നോക്കിയിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. എന്തായാലും സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതേ ഉള്ള ഡിഫറൻസ്. SJFനകത്ത് നമുക്ക് ഷോർട്ടസ്റ്റ് ജോബ്, അതായത് ബസ് ടൈമിനെ ബേസ് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്യുന്നു. പ്രയോറിറ്റിക്കകത്ത് ബസ് ടൈമിന് പകരം പ്രയോറിറ്റി നമ്പർ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നു. FCFSനകത്ത് ആ സോർട്ടിങ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഇല്ല. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇതിൽ പ്രോഗ്രാം നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പഠിച്ചിട്ട് ബാക്കി അത് ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് ഈ ഷെഡ്യൂളിങ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻ്റായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.